ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നേന്ത്രപ്പഴം കൊണ്ട് ഏറ്റവും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോണതിൻ്റെ മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഈ ഒരു ഡ്രിങ്കിലേക്ക് ഞാനിവിടെ ചെറിയ 2 നേന്ത്രപ്പഴം തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്നുകൂടെ ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് 2 വലിയ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതിന് പകരം പാൽപ്പൊടി ആയാലും മതി. കുറച്ച് പഞ്ചസാര കൂടെ ചേർക്കാം. ഇനി ഇത് അരച്ചെടുക്കാനുള്ള പാല് ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. അതിന് മുൻപായിട്ട് ഏതെങ്കിലും ഫ്ലേവർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ പിസ്ത ഇലാച്ചി മിക്സാണ് ചേർക്കുന്നത്. ഇതിന് പകരം സ്ട്രോബെറിയോ ബദാമോ വാനില എസൻസോ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഫ്ലേവറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചൂസ് ചെയ്യാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ അരച്ചെടുക്കുക. അപ്പോൾ ഇതിൽ കളറും ടേസ്റ്റിനും വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടെ പിസ്ത ഇലാച്ചി മിക്സ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും ബാക്കിയുള്ള 1 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കാഷ്യൂ നട്ട്സ് ലാസ്റ്റ് ചേർത്തത് ഡ്രിങ്കിനകത്ത് ഇടയ്ക്ക് ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നേന്ത്രപ്പഴം കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലൊരു ഡ്രിങ്ക് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്